നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്ലാസിക് ഇന്ത്യൻ സ്വീറ്റായ ഗുലാബ് ജാമുനാണ് തയ്യാറാക്കാൻ പോകുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും. അപ്പം ഷോപ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ ആൻഡ് ടേസ്റ്റിൽ നമുക്കിതിങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അതുപോലെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ 1 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് മൈദ വേണം നമുക്ക്. പിന്നെ ഒരു 1/4 കപ്പ് പാലും. മെഷർമെൻറ്റ്സ് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് മിൽക്ക് പൗഡറും മൈദയും പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആവശ്യമുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുകയാണ്. RKGയുടെ ഗീയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇത് നന്നായിട്ട് മിക്സായിട്ട് വരണം. നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇതാണ് കറക്റ്റ് ടെക്സ്ചർ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പാല് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒത്തിരി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പാൽ എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡോ ആയിരിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. ഒരു ചെളി പോലെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒരല്പം വെള്ളം മേലിൽ തടവി കൊടുത്തോളൂ കേട്ടോ. ഇത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇത് ചൂടായിട്ട് വരുമ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്ക ചതച്ചതും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നത് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ലിക്വിഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുങ്കുമപ്പൂവാണ്, സാഫ്രൺ സ്ട്രാൻസ് ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ജാമുൻസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ മാറ്റി വെച്ച ഡോ എടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് ഇതിനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജാമുൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ജാമുൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് ഇതിനെ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പം നമ്മൾ മിൽക്ക് പൗഡർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് ക്രാക്സ് വരാൻ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിത് ഷേപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ക്രാക്സ് വരുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഇതിനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഫസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് അധികം പ്രഷർ കൊടുക്കാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പം ഇതിൻ്റെ ക്രാക്സ് മാറുന്നവരെ ഒരല്പമായിട്ട് വെള്ളം ഒന്ന് കയ്യിൽ തടവി കൊടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഒട്ടും ക്രാക്സ് ഇല്ലാണ്ട് നല്ല സ്മൂത്ത് സർഫസ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ജാമുൻസ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കയ്യിൽ ഒത്തിരി ഓയിലായിട്ട് ചിലപ്പോൾ നമുക്ക് ഉരുട്ടാൻ പറ്റിയെന്ന് വരില്ല. അന്നേരം കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ട് നമുക്കിതിനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എത്രത്തോളം സ്മൂത്തായിട്ട് നമ്മുടെ ജാമുൻസ് നമുക്ക് റോൾ ചെയ്യാൻ പറ്റുന്നോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ ഗുലാബ് ജാമുൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രാക്സ് വരുമ്പം കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രാക്സ് പോകുന്നവരെ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഉരുട്ടി കൊടുക്കുക. അതാണ് മെയിൻ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ബോൾസും ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് ഉരുട്ടിയെടുക്കട്ടെ. എന്നിട്ട് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിൽ ലോ ടെമ്പറേച്ചറിലായിരിക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി കത്തിച്ച് വെച്ചതായതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഹൈ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 മുതൽ 8 മിനിറ്റ് വരെയൊക്കെ എടുക്കും കേട്ടോ ഇത് ഫുള്ളായിട്ട് കുക്കായിട്ട് വരിക. അതുപോലെ ഞാൻ ഈ ഓയിലൊന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാ വശവും ഒരേ നിറത്തിൽ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇത് എടുത്ത് മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരു 5-8 മിനിറ്റ് ആവും കേട്ടോ ഇതായി വരാൻ.
അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചൂടായ ഷുഗർ സിറപ്പിലേക്ക് ഇതെടുത്ത് മാറ്റാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം കത്തിച്ച് വെച്ചിട്ടൊന്നുമില്ല, ഇതൊന്ന് ചൂടാക്കി എടുത്തതാണ് ഷുഗർ സിറപ്പ്. എന്നിട്ട് ഇതിലേക്ക് മാറ്റിയിടുന്നുണ്ട്, ഡയറക്റ്റ് തന്നെ മാറ്റിയിടുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല ഡയറക്റ്റ് ഇട്ടാൽ. ഇനി ഇതിനെ അടച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് സിറപ്പൊക്കെ സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിന് ഞാനൊരു 2 മണിക്കൂർ കൂടി ഇതുപോലെ വെക്കുകയാണ്. ഒന്നും കൂടി ഇതിങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ അതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഷുഗർ സിറപ്പിൽ ഇതിങ്ങനെ മുങ്ങി കിടക്കണം കേട്ടോ, അപ്പോഴാണ് ഇത് നന്നായിട്ട് സോക്കായിട്ട് വരുള്ളൂ. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ നമ്മുടെ ജാമുൻസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ചിലപ്പോൾ കുക്കാവേണ്ട വരുന്ന പ്രശ്നമൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ ഫോളോ ചെയ്താൽ കണ്ടോ, നമ്മുടെ സെൻറ്റർ വരെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ എല്ലാ ഗുലാബ് ജാമുൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടു, ഈക്വലായിട്ട് കളർ വന്നത് നമ്മൾ ആ ഓയിലൊന്ന് ചുറ്റിച്ച് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞ സ്റ്റെപ്സൊക്കെ അതുപോലെ ഫോളോ ചെയ്തിട്ട് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കണം. സക്സസ്ഫുൾ ആയാലും ഫ്ലോപ്പ് ആയാലും അറിയിച്ചേക്കണം. പിന്നെ കമൻറ്റ് ബോക്സ് തുറന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ എഴുതി അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിൽ വന്നിട്ട് അറിയിക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.